السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل على سيدنا محمد وعلى آل رسولك سيدنا مولانا محمد. ശംസും കമർ നക്ഷത്ര പക്ഷികൾ മത്സ്യവും നോമ്പുള്ളവർക്ക് ദുആയിരക്കും നിത്യവും റൂഹുള്ളതായി നീ ഭൂമിയിൽ വസിക്കുന്ന കൊല്ലും ദുആ ചെയ്യും പിശാചില്ലെന്ന ഇൽമിൻ്റെ സദസ്സിൽ പോയിരുന്നാലന്ന് ഒരു വർഷമുള്ള ഇബാദത്ത ഖദമിന് അർശിൻ്റെ തണലവനുണ്ട് നബിയോടൊപ്പമായി എന്നും ഹദീസിൽ നോക്ക് കാണാം വ്യക്തമായി. ജമാഅത്തായി നീ നിസ്കരിച്ച മാസമിൽ ഒരു റക്അത്തിനൊരു രാജ്യമാണ് സ്വർഗമിൽ. ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട റമളാനു ശരീഫിൽ നോമ്പെടുക്കുന്ന ആളുകൾക്കുള്ള നേട്ടങ്ങളെ സംബന്ധിച്ച് മഹത്വങ്ങളെ സംബന്ധിച്ച് പറയുകയാണ്. ശംസും ഖമർ നക്ഷത്ര പക്ഷികൾ മത്സ്യവും നോമ്പുള്ളവർക്ക് ദുആ ചെയ്യും, നോമ്പുള്ളവർക്ക് ദുആയിരക്കും നിത്യവും. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, അതുപോലെ തന്നെ പറവകൾ, പക്ഷികൾ, നോമ്പുള്ള ആൾക്കൾക്ക് മത്സ്യങ്ങൾ, ഇവയൊക്കെ ദുആ ചെയ്യുകയാണ്. റൂഹുള്ളതായി നീ ഭൂമിയിൽ വസിക്കുന്ന കൊല്ലും ദുആ ചെയ്യും പിശാചില്ലെന്ന. ജീവനുള്ള സകലമാന വസ്തുക്കൾ എന്ത് ചെയ്യും? നോമ്പുകാരനായ ആളുകൾക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കും. ഇല്ലൽ പിശാജ്, ഇബ്ലീസ്, ഇല്ലൽ ഇബ്ലീസ്, ഇബ്ലീസ്. പിശാജ് ഉണ്ടാവില്ല, പിശാജ് ദുആ ചെയ്യൂല. ആർക്കുള്ളതൊക്കെ ദുആ ചെയ്യും. ഇനി നോയിക്കോ, ഇൽമിൻ്റെ സദസ്സിൽ പോയിരുന്നാലന്ന് ഒരു വർഷമുള്ള ഇബാദത്ത ഖദമിന്. ഇത് കഴിഞ്ഞിട്ടൊരു ഹദീസുണ്ട്, നബി തങ്ങളുടെ ഒരു ഹദീസുണ്ട്. ഹദീസ് പറഞ്ഞുതരാം. ഇൽമിൻ്റെ സദസ്സിൽ പോയിരിക്കുക. ഇപ്പം നമുക്ക് ഇൽമിൻ്റെ സദസ്സിൽ പോയിരിക്കുക, നമ്മളെ വീട്ടിൽ തന്നെ എന്ത് ചെയ്യാണ്? അറിവുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ അതിന് കൂലിയുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിന് നമ്മൾ ഏതെല്ലാം രൂപത്തിൽ നടന്നു, എന്തെല്ലാം സഹകരണങ്ങൾ ചെയ്തു, അതിനൊക്കെ കൂലിയുണ്ട്, യാതൊരു സംശയമില്ല. അപ്പോൾ ഇൽമിൻ്റെ മജ്‌ലിസിൽ, ഇൽമിൻ്റെ സദസ്സിൽ പോയിരുന്നാലന്ന് ഒരു വർഷമുള്ള ഇബാദത്ത ഖദമിന്, അതായത് അവൻ്റെ ഓരോ ചവിട്ടടിക്കും അല്ലാഹു തആല ഒരു വർഷത്തെ ഇബാദത്തിൻ്റെ കൂലി എഴുതി കൊടുക്കുന്നു. അർശിൻ്റെ തണലവനുണ്ട് നബിയോടൊപ്പമായി എന്നും ഹദീസിൽ നോക്ക് കാണാം വ്യക്തമായി. അതുപോലെ ജമാഅത്തായി നീ നിസ്കരിച്ച മാസമിൽ ഒരു റക്അത്തിനൊരു രാജ്യമാണ് സ്വർഗമിൽ. അർശിൻ്റെ തണൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഉണ്ട്. ജമാഅത്തായി നിസ്കരിച്ചാൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ഒരു രാജ്യം സ്വർഗത്തിൽ എന്ത് ചെയ്യും? ഒരു റക്അത്തിനൊരു രാജ്യം പണിതു കൊടുക്കും. എങ്ങനത്തെ രാജ്യം? അത് അള്ളാഹുവിൻ്റെ റഹ്മത്തുകൾ കൊണ്ട് നിറഞ്ഞതായ ഒരു രാജ്യം നിർമ്മിച്ചു കൊടുക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാം. അപ്പോൾ സ്ത്രീകളിലൊക്കെ കാണുന്നത് ജമാഅത്തായി നിസ്കരിക്കണ്ടേ, ജമാഅത്ത് കിട്ടണ്ടേ? അതല്ല, അവർക്ക് ജമാഅത്തായിട്ട് വീട്ടിൽ നിന്ന് നിസ്കരിക്കുക. അതോടൊപ്പം തന്നെ അതായത് വക്തുകളിൽ നിസ്കരിക്കുക. ളുഹറിൻ്റെ വക്തിൽ ളുഹർ തന്നെ നിസ്കരിക്കുക. അസറിൻ്റെ വക്തിലേക്ക് കൂട്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല? നിസ്കരിക്കാൻ പറ്റൂല. എന്തെങ്കിലും കാരണവശാലാണെങ്കിൽ ഓക്കെ. ഒരു കാരണമില്ലാതെ എന്ത് ചെയ്യുക? ളുഹറിനെ അസർക്കനാക്കിയിട്ട് രണ്ടും കൂടി ഒന്നിച്ച് നിസ്കരിച്ചാൽ ഒരു വടിക്ക് രണ്ട് പക്ഷി അറിയില്ലേ എന്നതുപോലെ ഒറ്റ ഒന്നുകൊണ്ട് രണ്ട് നിസ്കാരം.
ളുഹർ നിസ്കരിക്കുക, നമസ്കാരം കയ്യോടുകൂടെ അസർ വാങ്ങി കൊടുക്കും, അപ്പോൾ അസർ നിസ്കരിക്കുക, അത് ഒരിക്കലും പറ്റില്ല. അത് മഹാന്മാരായ പണ്ഡിതന്മാർ ഹറാമാണെന്ന് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. കാരണമില്ലാതെ അതാത് വക്തിൽ നിസ്കരിക്കുക, അതിന് ഏറ്റവും കൂടുതൽ പ്രതിഫലമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, മൻ ഹളറ മജ്ലിസൽ ഇൽമി ഫീ റമളാന കതബല്ലാഹു ലഹു ബികുല്ലി ഖദമിൻ ഇബാദത്തി സന വയകൂനു മഈ തഹത അർശി വമൻ ദാമ അലാ ജമാഅത്തി ഫീ റമളാന അതാഹുല്ലാഹു യൗമൽ ഖിയാമത്തി ബികുല്ലി റകഅത്തിൻ മദീനത്തിൻ തംലഉ മിൻ നിഅമില്ലാഹി തആല. ഇപ്പം നമ്മൾ പാടിയിട്ട് അർത്ഥം വെച്ചില്ലേ, പാടിയിട്ട് വ്യക്തമാക്കി തന്നില്ലേ, അതേ ഹദീസ് തന്നെ. ഇൽമിൻ്റെ മജ്ലിസിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല അവൻ്റെ ചവിട്ടടികൾക്ക് ഒരു വർഷത്തെ ഇബാദത്ത് എന്ത് ചെയ്യും, രേഖപ്പെടുത്തി വെക്കും. ഒരു വർഷത്തെ ഇബാദത്തിൻ്റെ കൂലി ഓരോ ചവിട്ടടിക്ക്. അതുപോലെ തന്നെ അർശിൻ്റെ ചോട്ടിൽ സംഗമിക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ അർശിൻ്റെ ചോട്ടിൽ സംഗമിക്കാൻ കഴിയും. ജമാഅത്തിനെ നിത്യമാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിഅമത്തുകളാൽ നിറക്കപ്പെട്ടതായ ഒരു പട്ടണം അല്ലാഹു തആല നിർമ്മിച്ചു കൊടുക്കും. ഹദീസിന്റെ ബാക്കി എന്താവും, മിൻ ബർറ വാലിദൈ ഫി റമളാന യനാലു നളറല്ലാഹി തആല ബിറഹ്മതി വഅന കഫീലും ഫിൽ ജന്ന. മാതാപിതാക്കൾക്ക് റമളാനിൽ ആരെങ്കിലും ഗുണം ചെയ്താൽ യനാലു നളറല്ലാഹി തആല ബിറഹ്മതി, അള്ളാഹു താലാന്റെ റഹ്മത്തിനെ അവനിലേക്ക് എത്തിക്കും. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം അവനിലേക്ക് അള്ളാഹു താല എന്ത് ചെയ്യും, എത്തിക്കും. വഅന കഫീലും ഫിൽ ജന്ന, അങ്ങനെയുള്ള ആളുകൾക്ക് സ്വർഗത്തിൻ്റെ വിഷയത്തിൽ ഞാൻ ജാമ്യം നിൽക്കുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതിൻ്റെ ബാക്കി ഹബീബ് നബി തങ്ങൾ പഠിപ്പിക്കുന്നത് എന്താ, വമാ മിൻ ഇംറഅതൻ തത്ലുബു റിളൻ സൗജിഹാ ഫീ റമളാൻ ഇല്ലാ വലഹാ സവാബ് മറിയം ആസിയ. വമാ മിൻ ഇംറഅത തത്ലുബു റിളൻ സൗജിഹാ, ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ തൃപ്തി തേടുന്നവളാണെങ്കിൽ അവൾ തേടിക്കൊള്ളട്ടെ, റമളാനു ഷരീഫിൽ ഭർത്താവിൻ്റെ തൃപ്തിയെ ആഗ്രഹിക്കട്ടെ, തൃപ്തി കൊള്ളട്ടെ, തൃപ്തി കിട്ടട്ടെ. ഇല്ലാ വലഹ സവാബ് മറിയം ആസിയ, മഹദിയായ ആസിയ ബീവിയുടെയും മറിയം ബീവിയുടെയും പ്രതിഫലം ആ സ്ത്രീക്ക് അല്ലാഹു തആല നൽകുന്നതാണെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ. തീർന്നില്ല, വമൻ ഖളാ ഹാജതു അഖീ മുസ്ലിം ഫീ റമളാന ഖല്ലാഹു തആല അൽഫ ഹാജത്തിൻ യൗമൽ ഖിയാമ. മുസ്ലിമായ ഒരു സഹോദരന്റെ ആവശ്യം നിറവേറ്റി കഴിഞ്ഞാൽ, റമളാനു ഷരീഫിലാണ് പറയുന്നത് കേട്ടോ, റമളാനു ഷരീഫിൽ ഒരാവശ്യം നിറവേറ്റി കഴിഞ്ഞാൽ ഖല്ലാഹു തആല അൽഫ ഹാജത്തിൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ ദിവസം 1000 ആവശ്യങ്ങളെ അല്ലാഹു തആല നിറവേറ്റി കൊടുക്കുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഇന്നലെ എൻ്റെ സ്റ്റാറ്റസ് കണ്ടുകൊണ്ട് ഒരുപാട് സഹോദരിമാർ അതിനു വേണ്ടി സഹായിച്ചു. അവർ നേരിട്ട് മുഖേന അവർ